Hi all, welcome to SRK Play class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് AC സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഇൻഡക്ടൻസ് ആണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടത് റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിൽ AC സോഴ്സ് വെച്ച് എക്സൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ദ നേച്ചർ ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ്, സിമിലർലി അതിന്റെ ആവറേജ് പവർ എന്താണെന്ന് നമുക്ക് നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്ടൻസ് മാത്രമാണ്. ഒരു ഇൻഡക്ടർ മാത്രമായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്. സോ അപ്പം ആദ്യം നമുക്ക് ഒരു ഇൻഡക്ടർ മാത്രമുള്ള ഒരു സർക്യൂട്ട് കൂടി കൺസിഡർ ചെയ്യാം. സോ ഇൻഡക്ടർ ഹാവിംഗ് L ഹെൻറി ഉള്ള ഒരു ഇൻഡക്ടർ നമ്മൾ എടുത്താണ്. We are exciting by an AC voltage source V is equal to Vm sin omega t. Okay, V equal to Vm sin omega t. Vm sin omega t നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്യുവർ സൈനസോയ്ഡൽ വോൾട്ടേജ് ഒരു പ്യുവർ ഇൻഡക്ടറിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് ആയിരിക്കും. I യുടെ കറണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. ഇൻഡക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി ഇൻഡക്ടർ ഡസ് നോട്ട് അലോ ദ സഡൻ ചേഞ്ച് ഇൻ കറന്റ് അല്ലെ. സഡൻ ചേഞ്ച് ഇൻ കറന്റ്. ഇൻഡക്ടർ ഡസ് നോട്ട് അലോ ദ സഡൻ ചേഞ്ച് ഇൻ കറന്റ്. ഇൻഡക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അവിടെ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് ഇൻഡക്ടൻസ്, അതാണ് നമ്മുടെ ബാക്ക് EMF. അപ്പൊ ഏതൊരു ടൈമിലും ഈ ബാക്ക് EMF at any time, at any instant, which always opposes the change in current to the inductor. Right? ഈ ബാക്ക് EMF ഏതൊരു ടൈമിൽ നമ്മൾ ബാക്ക് EMF നോക്കുകയാണെങ്കിൽ അവിടെ അതിന്റെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാകും. അപ്പോൾ ഇത് ഈ സർക്യൂട്ടിൽ റെസിസ്റ്റീവ് എലമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അതായത് V ഈക്വൽ ടു Vm sin omega t എന്ന് പറയുന്ന വോൾട്ടേജ് എൻറ്റയർലി എന്തായിരിക്കും ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള ബാക്ക് EMFനെ ഓവർകം ചെയ്യുന്നതായിരിക്കും. അതായത് ഇവിടെ ഈ ഇൻഡക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനെ ഓവർകം ചെയ്യുന്നതാണ്. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു. Hence the entire applied voltage has to overcome the self-induced EMF alone. So self-induced EMF means what will be the self-induced EMF? The voltage that is developed across the inductor. So what is E? We know that voltage across inductor is equal to L into di by dt. L into di by dt. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അറ്റ് എനി ഇൻസ്റ്റന്റ്, ഓക്കെ, ഏത് ഇൻസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ എനി ഇൻസ്റ്റന്റ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് E is equal to minus of L into di by dt. E is equal to L into di by dt is the voltage across inductor. I'm putting negative sign. Minus ഇട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it opposes, ഇല്ല, ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ opposes ടെൻസസ് ലോ അനുസരിച്ച് minus L into di by dt. So E is equal to minus L into di by dt. So we know that V is equal to Vm sin omega t and voltage across inductor is minus L into di by dt. അപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കാം അല്ലേ. കിർച്ചോഫ് വോൾട്ടേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡിയ കിട്ടി എന്താണ് V plus E must equal to 0. V plus E is equal to 0. That is Vm sin omega t minus L into di by dt should be equal to 0. Or we can write Vm sin omega t is equal to L into di by dt. അപ്പോൾ നമുക്ക് നമ്മുടെ എയിം എന്ന് പറയുന്നത് we are first thing നമ്മൾ ഇതേപോലുള്ള സർക്യൂട്ട്സിൽ we have to find the relationship between a voltage and current. വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം.
അപ്പൊ v is equal to Vm sin omega t എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് എൽ ഇൻറ്റു Vm sin omega t minus L into d over dt is equal to 0 എന്ന് പറയുന്നു. So next aim is we have to find the value of current. So it is di. What is di? di can be written as Vm divided by L sin omega t into dt. di is equal to Vm by L sin omega t dt. അപ്പോൾ നമുക്ക് കറണ്ട് ആണ് വേണ്ടത്. സോ കറണ്ട് വേണം അല്ലെ, ഡി ഐയിലാണ്. സോ ഐ ആം ഗോയിങ് ടു ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യണം വിചാരിക്കും. If I am integrating on both sides, then di will becomes I is equal to Vm by L. Sin omega t ne integrate ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? Sin omega t integrate ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് minus cos omega t by omega. കാരണം dt ആയിട്ടാണ് നമ്മളുള്ളത് അല്ലെ. Sin omega t തന്നെ minus cos omega t വരുന്നില്ല. So now we get I is equal to minus Vm divided by L omega cos omega t. Right? I is equal to minus Vm L omega cos omega t. അപ്പോൾ ഈ മൈനസ് കോസ് ഒമേഗ ടിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് സൈൻ എഴുതാം. കാരണം വോൾട്ടേജിൽ നിന്ന് Vm sin omega t എഴുതുന്നുണ്ട്, കറണ്ടിനെ നമുക്ക് അങ്ങനെ എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ I is equal to Vm divided by L omega cos omega t ക്ക് പകരം മൈനസ് കോസ് ഒമേഗ ടി പകരം എങ്ങനെ എഴുതാം? പ്ലസ് സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി. ഒമേഗ ടി മൈനസ് 90 മൈനസ് 5. It is I is equal to Vm divided by L omega sin omega t minus 5/2. അപ്പോൾ നേരത്തെ പ്രീവിയസ് വീഡിയോ AC സർക്യൂട്ട് കൺസിസ്റ്റർ റെസിസ്റ്റൻസ് ഒന്നുമില്ല, നമ്മൾ Vm by R നമ്മൾ Im എന്ന് എടുത്തതുകൊണ്ട് ഇവിടെ Vm by L omega is our Im, maximum current. You can say it's a maximum current. Okay, അപ്പോൾ so we get I is equal to Vm divided by L omega sin of omega t minus 5/2. Clear? So ഈ Vm by L omega, so we can write Vm by L omega is our Im. So Im can be written as Vm by L omega. ഇവിടെ ഞാൻ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. Vm by, instead of this L omega I am written as XL. Okay, XL. അപ്പോൾ XL എന്ന് പറയുന്നത്, ഈ XL എന്ന് പറയുന്നത് is equivalent to a resistance. നമ്മുടെ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ R എന്ന് പറയുന്നത് പോലെ ഒരു ഇൻഡക്റ്റീവ് പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഈ L omega എന്ന് പറയുന്നത് XL എന്ന് പറയുന്നത്. ഈ XLന്റെ പേരെന്ന് പറയുന്നത് നമുക്ക് പറയാം ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. Inductive reactance. Very important, inductive reactance, and its unit is always ohm. Please remember, unit ohm ആണ്. റെസിസ്റ്റൻസ് യൂണിറ്റ് തന്നെ ആയിരിക്കും XLന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ XL is equal to L omega, or we can write omega over 2πf കൊടുക്കുക അല്ലേ. So XL is equal to 2πfL. XL is equal to 2πfL. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയി. എന്താണ്? നമ്മുടെ കറണ്ടിന്റെ റിലേഷൻ കിട്ടി. കറണ്ട് റിലേഷൻ ഓൾസോ I is equal to Im sin omega t minus 5/2. So നമ്മൾ എഴുതാണ് V is equal to Vm sin omega t, അതേപോലെ I is equal to Im sin omega t minus 5/2 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം എന്താ മനസ്സിലായത്? ഇവിടെ V equal to Vm sin omega t, I equal to Im sin omega t minus 5/2. So here it is minus 5/2. That means എന്താണ്? മൈനസ് ഇൻഡിക്കേറ്റ്സ് ലാഗ് എന്ന്. ഓക്കെ, മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ലാഗിങ്, അതായത് കറണ്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യുന്നു. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. റൈറ്റ്? അപ്പൊ ഇതിന്റെ പ്യൂർ ഇൻഡക്ടർ ഇൻഡക്ടർ സർക്യൂട്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇൻഡക്ടീവ് സർക്യൂട്ട് കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ബൈ 5/2. അപ്പൊ ഇതിന്റെ ഫേസർ ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു ഫേസറാണ്, കറണ്ട് എന്ന് പറയുന്ന ഒരു ഫേസറാണ്.
വോൾട്ടേജ് എന്ന് പറയുന്ന ഫേസർ നോക്കി. ഇഫ് ഐ എം റിപ്രസെന്റിംഗ് ദിസ് ഈസ് മൈ വോൾട്ടേജ് ഫേസർ, ഇതാണ് കറണ്ട് ഫേസർ എന്ന് പറയുന്നത്. എന്താ 90 ഡിഗ്രി അപ്പാർട്ട് ആണ്. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രി അപ്പാർട്ട്, ബട്ട് ലാഗിങ് ആണ്. ലാഗിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സി ഇത് ബാക്ക്, ദിസ് will be the phase diagram. 90 degree phase difference. 90 degree phase difference ഒന്ന് ക്ലിയർ ആയ? അതായത് വോൾട്ടേജ്, അപ്പം ഇതിന്റെ അർത്ഥം എന്താ? ആരാണോ ഫ്രണ്ടിൽ നിൽക്കുന്നത്, വോൾട്ടേജ് ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ പറയാം. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതേപോലെ നമുക്ക് പറയാം വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി. ആരാണോ ലീഡ് ചെയ്യുന്നത് അവരായിരിക്കും ഫ്രണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഫേസർ വരയ്ക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ നോക്കാം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ നമ്മൾ നോക്കാം. അപ്പൊ ഇവിടെ കറണ്ട് ലാഗ് എന്ന് പറഞ്ഞത്, കറണ്ട് ലാഗ് കറണ്ട് ആയിരിക്കും ബാക്കിൽ നിന്ന് വിചാരിക്കാം. അപ്പം കറണ്ട് ആണ് രണ്ടാമത് വരുന്നത്. അപ്പൊ ആദ്യം വോൾട്ടേജ്. ഓക്കെ, കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90. ഇപ്പൊ വോൾട്ടേജ് ഫസ്റ്റ്, കറണ്ട് സെക്കൻഡ്. ഓക്കെ, അപ്പം 90 ഡിഗ്രി. അപ്പൊ ഇത് എത്രയാണോ നമുക്ക് ഫേസ് ഡിഫറൻസ് വരുന്നത്, ഇനി പ്യുവർ ഇൻഡക്ടർ the phase difference will be 90 degree between the voltage and current. So comparison, in the case of a pure resistance case, current and voltage are in phase, whereas in the case of a pure inductor circuit, current and voltage are having a phase difference of 90 degree. This current lags the voltage by 90 degree. എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. Up to this point clear, right? ഇനി പോലെ ഇതിന്റെ പവർ നമ്മൾ നോക്കാം. പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ പവറിന്റെ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അപ്പം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പവർ ഇൻഡക്റ്റീവ്. ബിക്കോസ് പി എന്ന് പറയുന്നത് P is equal to V into I. We know that V is nothing but Vm sin omega t. I is nothing but Im sin omega t minus pi by 2. So this can be written as Vm sin omega t, Im sin omega t minus pi by 2 can be written as minus cos omega t. So that is minus Vm Im sin omega t cos omega t. Okay, sin omega t cos omega t. Then, so what it means? Sin omega t cos omega t can be written as sin to omega t, right? Sin to omega t. So minus Vm Im into sin 2 omega t by 2. That means power will be equal to 1 by 2 Vm Im sin 2 omega t. This is the power equation. Above, in the case of resistive circuit, there are two terms are there. One is constant power and the fluctuating power. Here, fluctuating power matra only. So average value over a complete cycle of sin 2 omega t is 0. Okay. For average value of 1 by 2 Vm Im sin 2 omega t is 0. Okay. For sin 2 omega t is complete cycle നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ average value of half to over a complete cycle എന്നുണ്ടെങ്കിൽ okay over a cycle. Right? Cycle is 0. Positive values, negative values എടുക്കുമ്പോൾ നമുക്ക് total power എന്ന് പറയുന്നത് 0 ആയിപ്പോകും. Okay, sin to that since it has only fluctuating power. അപ്പോൾ ഇവിടെ ഒരു അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പവർ പോയിന്റ് എന്ന് പറയുന്നതാണ് ആവറേജ് പവർ പിന്നെ over a cycle in a pure inductor. Is 0. Yes, very important. Average power over a complete cycle in a pure inductor is 0. അപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രം നമ്മൾ നോക്കും. ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, see, if I am plotting my voltage is Vm sin omega t. Okay, ഇതാണ് നമ്മുടെ Vm sin omega t എന്ന് പറയുന്നത്. ഇൻഡക്ടൻസ് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് V Vm sin omega t എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അതേപോലെ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എന്തുവാ? It starts lag ആണ്. It starts after 90 degree. So ഇതായിരിക്കും, ഇവിടെയാണ് പോയിന്റ് വരുന്നത്. So
So it will be maximum here. Okay. So it will be like this. See the difference. See the difference. So basically there will be 90-degree phase difference between the voltage and current. So this is how we are graphically represented. I equal to Im sin omega. Then Im is equal to Dm divided by L omega or XL. XL is the inductive reactance. Clear? So this section is very important. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് in a pure inductive circuit current lags the voltage by 90 degree. രണ്ടാമത്തെ പോയിന്റ് അറിഞ്ഞിരിക്കുന്നത് average power over a complete cycle in a pure inductor is 0. So I hope ഈ രണ്ട് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So I hope നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു.